വിദേശ വാർത്തയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ച വീണ്ടും പരാജയപ്പെട്ടുവെന്ന് വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഫ ആക്രമിക്കുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ചർച്ച പരാജയപ്പെടുത്തിയെന്നാണ് ഹമാസിന്റെ ആരോപണം. ഈ അവസരത്തിൽ ഈ വാർത്തയെ ആഴത്തിൽ അപഗ്രഥിക്കാൻ നമുക്കിപ്പം വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ജെയിംസ്, യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. വിവരങ്ങൾ പറയൂ. എസ്കേൻ, യുദ്ധം 6 മാസം പിന്നിട്ടത് 7-ാം തീയതിയാണ്. എന്നിട്ടും മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ചർച്ച വലിയ പ്രതീക്ഷയായിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്തും ഖത്തറുമാണ് അതിന് നേതൃത്വം നൽകിയത്. അമേരിക്കയുടെ CIA ഡയറക്ടർ വില്യം ബേൺസ്, അതുപോലെ തന്നെ മൊസാദിൻ്റെ ഡയറക്ടർ അടക്കമുള്ളവരെത്തിയിരുന്നു. ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതിനിധികളുണ്ടായിരുന്നു. പക്ഷേ ഹമാസ് പറയുന്നത് ഇസ്രായേൽ ഉന്നയിച്ച ഏറ്റവും വലിയ കാര്യം, അവർ റഫ ആക്രമിക്കാൻ പോകുന്നു. 14 ലക്ഷം അഭയാർത്ഥികൾ അവിടെയുണ്ട്, അവിടെ ആക്രമിക്കുമെന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഇത് പൊളിക്കാൻ വേണ്ടിയാണ്. മധ്യസ്ഥ ശ്രമങ്ങളിൽ താല്പര്യമില്ല ഇസ്രായേലിന്. അതേസമയം ഇസ്രായേൽ പറയുന്നത് ഹമാസിനോട്, ഹമാസ് അവിടുന്ന് പൂർണ്ണമായിട്ട് ഇസ്രായേൽ പിന്മാറണമെന്ന് പറയുന്നു. അതേസമയം ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാവുന്നുമില്ല. അപ്പോൾ രണ്ട് കൂട്ടരും പിടിവാശി പിടിച്ച് അത് പൊളിച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എസ്കെയിൻ, അതിൻ്റെ ഇടയ്ക്ക് റഫയിൽ ആക്രമണം നടത്തിയില്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള മന്ത്രിസഭയിലെ പിന്തുണ പിൻവലിക്കുമെന്ന് വലതുപക്ഷ സിയോണിസ്റ്റ് മന്ത്രിസഭാംഗങ്ങൾ, അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ നേതാവ് ബെൻ ഗീവർ, ഏറ്റവും വലിയ തീവ്രവാദിയാണ് യഹൂദ മേഖലയിൽ. അദ്ദേഹം ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അവരായിട്ട് വലതുപക്ഷ തീവ്രവാദികളുമായി ചേർന്നുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഗസയിൽ ഈ യുദ്ധമൊക്കെ എത്ര തീവ്രമാവാൻ കാരണം വലതുപക്ഷ തീവ്രവാദികളുടെ വലിയ ശക്തമായിട്ടുള്ള നിലപാടാണ്. അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇസ്രായേലിന് കേൾക്കാൻ പറ്റുന്നില്ല. അമേരിക്ക പറയുന്നത് കേട്ടാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കസേര നഷ്ടപ്പെടും. അദ്ദേഹം കടലിനും ചെറുത്താനും ഇടയിലാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ലോകത്തൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും വലതുപക്ഷ തീവ്രവാദികളെ വെച്ച് തൻ്റെ പ്രധാനമന്ത്രി കസേര പോവാതിരിക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു സുപ്രീം കോടതിയിൽ കറപ്ഷൻ കേസസ്, അഴിമതി കേസുകൾ നേടുകയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ മരണസംഖ്യ SKN 33,300 കടന്നിരിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ അതിൽ 23,000-നും 24,000-നും ഇടയിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവിടെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു 10, 30, 40 ട്രക്കുകളൊക്കെ ഇപ്പോൾ അവിടെ കടത്തിവിടുന്നുണ്ട്. വല്ലാത്ത ഇതിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഖാൻ യൂനിസ് എന്ന തെക്കൻ ഗസയിലെ നഗരത്തിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങിയിരുന്നു. നമ്മളിന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടേക്ക് കൂട്ടത്തോടെ ജനങ്ങൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. SKNയിലെ വലിയ സങ്കടകരമായ ദൃശ്യം, അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ വീടുകളൊന്നും കാണാനില്ല. ബുൾഡോസർ വെച്ച് എല്ലാം നിരത്തിയിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ തൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പലതും കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഖാൻ യൂനിസിലെ ഏതാണ്ട് 10 ലക്ഷത്തോളം പേരാണ് തെക്കൻ ഗസയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒന്നുമില്ലാതെ വഴിയിൽ തെരുവിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. SKN ജെയിംസ്, ഇപ്പോൾ കാശ്മീർ വിഷയം ഇപ്പോഴും കത്തിച്ചു നിർത്താൻ പരമാവധി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് കാശ്മീർ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ കൂടി പാകിസ്ഥാൻ്റെ നിലപാടിനോട് അനുകൂലമാക്കാൻ അവർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. മാത്രമല്ല കാശ്മീരിലെ പ്രശ്നങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സിംല കരാറിലൊക്കെ പറയുന്നത് പോലെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലപാട് എടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ നിലപാടിനോട് അനുകൂലമായി തന്നെ സൗദി ഗവൺമെൻറ് നിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. പാകിസ്ഥാൻ ഇതൊരു വൻ തിരിച്ചടിയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി സന്ദർശിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെത്തി സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം ജമ്മു കാശ്മീർ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. ഐക്യരാഷ്ട്രസഭയിലും ലോകവേദികളിലൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്രമം, ഒരുപക്ഷെ പാകിസ്ഥാനെ ഏറ്റവും സാമ്പത്തികമായി സഹായിക്കുന്ന രാജ്യം സൗദിയാണ്. ഒരിടയ്ക്ക് അവർ തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു. ചൈനയിൽ നിന്ന് കടം വാങ്ങിയാണ് സൗദി അറേബ്യയ്ക്ക് കൊടുക്കാനുള്ള പണം നൽകിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സൗദിയെ ഇതിലേക്ക് വലിച്ചഴിച്ച് പാകിസ്ഥാനെ അനുകൂലമായി പ്രതികരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്രതികരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. സൗദി അറേബ്യയുടെ കീഴാവകാശി MBS പറഞ്ഞത്, ഇന്ത്യയുമായി നിങ്ങൾ നേരിട്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കും. ഇന്ത്യയുടെ നിലപാട് അതാണ്. ഇന്ത്യയുടെ നിലപാടിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സൗദി അറേബ്യ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയെ ഇതിൽ നിന്ന് മാറ്റാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, SKN ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടത്, ഇന്ന് ഗാർഡിയൻ പത്രം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ
പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ വധിച്ചു എന്ന വാർത്ത ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിന് കാരണമായിട്ട് പറയുന്നത് രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇന്ത്യയിൽ ആക്രമണം കാണിച്ച് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടാലും ഞങ്ങൾ അവിടെ പോയി തീവ്രവാദികളെ കൊലപ്പെടുത്തും എന്നുള്ളതാണ്. ഇതേ ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ അവിടെ വന്ന് ഒരുപാട് പേരെ കൊലപ്പെടുത്തി ഇന്ത്യയുടെ റോ എന്ന നമ്മുടെ രഹസ്യാന്വേഷണ സംഘടന. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ആരോപണം ഉയർന്നു. ഇതിപ്പോൾ രാജ്നാഥ് സിംഗിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഗാർഡിയൻ പത്രം ഈ ആരോപണമോ അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മൊസാദ് മാതൃകയിൽ ഇത് ചെയ്യുമെന്ന് റോ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളും വരുന്നു. 20 പേരെ കൊലപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ പറയുന്ന 6 പേരെയാണ് ആ തരത്തിൽ കൊലപ്പെടുത്തിയതെന്ന് ഗാർഡിയൻ പത്രം പറയുന്നു. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിവാദമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയാണ് SKN ഇത് സംബന്ധിച്ചുള്ളത്. ഓക്കെ, താങ്ക് യു. പി ജെയിംസ് വിദേശ വാർത്തകളുമായി. പി ജെയിംസ് നാളെ ഇതേ സമയം വരും.